സിനിമയിലെ സൂപ്പർ സ്റ്റാർ ഇപ്പോൾ രാഷ്ട്രീയത്തിലും മിന്നുന്ന താരമാണ്. ബി.ജെ.പിക്ക് ലഭിച്ച ഏറ്റവും തിളക്കമുള്ള വിജയമാണ് തൃശ്ശൂരിലേത്. കേരളത്തിൽ ആദ്യമായി ബി.ജെ.പി ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നു. പ്രധാനമന്ത്രി പോലും തൃശ്ശൂരിലെ വിജയം പരാമർശിച്ചു. സുരേഷ് ഗോപിയെ അഭിനന്ദിച്ചു. സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ലഭിച്ച വോട്ടുകളാണ് തൃശ്ശൂരിൽ നിർണായകമായത്. ഒരിക്കൽ പരാജയപ്പെട്ടിട്ടും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും തളരാതെ മുന്നോട്ട് പോയ സുരേഷ് ഗോപിക്കാണ് വിജയത്തിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും അവകാശപ്പെടാനാവുക. തൃശ്ശൂരിൽ വിജയിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു ക്യാബിനറ്റ് മന്ത്രിപദം ഉറപ്പിച്ചതാണ്. എന്നാൽ സഹമന്ത്രി സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അതിലല്പം നിരാശയുണ്ട് മലയാളികൾക്ക്. സുരേഷ് ഗോപിയും തൃപ്തനല്ലെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു. ഒടുവിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു. കേന്ദ്രമന്ത്രി സിനിമയും മന്ത്രി പദവിയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. ഒരു ഘട്ടത്തിൽ മോദി സർക്കാരിൻ്റെ 3-ാം മന്ത്രിസഭയിൽ നിന്ന് സുരേഷ് ഗോപി രാജിവെക്കുമെന്ന തരത്തിൽ വരെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ വാർത്തകൾ അപ്പാടെ തള്ളി സുരേഷ് ഗോപി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട 4 സിനിമകൾക്ക് വാക്കുകൊടുത്തതാണ് താരത്തിൻ്റെ ഈ തീരുമാനത്തിന് കാരണമെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത്. സഹമന്ത്രിയായി തുടരുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയെങ്കിലും താരത്തിൻ്റെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന ആകാംക്ഷയിലാണ് ആരാധകർ. തൃശ്ശൂരിലെ വിജയത്തിന് പിന്നാലെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിൽ സുരേഷ് ഗോപി നായകനാകുന്നു എന്ന വാർത്തയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിലൊരുങ്ങുന്ന ചിത്രമാണ് ഇക്കൂട്ടത്തിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. മഹേഷ് നാരായണനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. നേരത്തെ പ്രഖ്യാപിച്ച ചിത്രം സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെയാണ് ശ്രദ്ധ നേടിയത്. സുരേഷ് ഗോപിക്കൊപ്പം മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ താരങ്ങളും ഈ ബിഗ് ബജറ്റ് ചിത്രത്തിലുണ്ടെന്നാണ് റിപ്പോർട്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പശ്ചാത്തലമാക്കി മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രവും അണിയറയിലുണ്ട്. ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ശ്രീ ഗോകുല മൂവീസാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം. പാൻ ഇന്ത്യൻ ചിത്രമായിരിക്കും ഇതെന്നും റിപ്പോർട്ടുണ്ട്. ഈ ചിത്രങ്ങൾക്ക് പുറമെ സംവിധായകൻ ഷാജി കൈലാസ് ഒരുക്കുന്ന മറ്റു 2 ചിത്രങ്ങളിൽ കൂടി സുരേഷ് ഗോപി നായകനാകും. LK എന്ന പേരിൽ സൂപ്പർ ഹിറ്റ് ചിത്രം ചിന്താമണി കൊലക്കേസിൻ്റെ 2ാം ഭാഗമാണ് ഇതിൽ പ്രധാനം. അഡ്വക്കേറ്റ് ലാൽകൃഷ്ണ വിരാടിയാർ എന്ന കഥാപാത്രമായി സുരേഷ് ഗോപി വീണ്ടും എത്തുമെന്ന് ഫാൻ പേജുകളിൽ റൂമറുകൾ ഉണ്ടായിരുന്നെങ്കിലും ചിത്രത്തെക്കുറിച്ചുള്ള സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ ഇനിയും വരേണ്ടതായിരിക്കുന്നു. LKയ്ക്ക് ശേഷമായിരിക്കും ഷാജി കൈലാസിനൊപ്പം 3ാമത്തെ ചിത്രത്തിൽ സുരേഷ് ഗോപി നായകനാവുക. സനൽ വി ദേവ് സംവിധാനം ചെയ്യുന്ന വരാഹം, പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന JSK എന്നീ ചിത്രങ്ങളാണ് ഷൂട്ടിംഗ് പൂർത്തിയായ സുരേഷ് ഗോപി ചിത്രങ്ങൾ. മന്ത്രിപദം രാജിവെക്കില്ലെന്ന് വ്യക്തമാക്കിയ സുരേഷ് ഗോപി ആവശ്യമെങ്കിൽ സിനിമാ സെറ്റിലും മന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു.